അപ്പോൾ ഇത് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ കുറച്ച് സ്ട്രോബെറികൾ വെച്ചിട്ടുള്ളതായിരുന്നേ. അപ്പം അതിൻ്റെ അകത്ത് ഇതേ അപ്പുക്കുട്ടനാണെങ്കിൽ ഒരു ചെറിയ സ്ട്രോബെറി പഴുത്തതായിട്ട് കണ്ടുപിടിച്ചേ. കണ്ടോ, അപ്പുക്കുട്ടൻ അത് പറിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേണ്ട അപ്പുട്ടൊക്കെ കാണിച്ചു കൊടുത്തേടാ ദേണ്ട കണ്ടോ, ഒരു കുഞ്ഞ് സ്ട്രോബെറിയാണ്, ആദ്യത്തെ സ്ട്രോബെറിയാണ്. നിനക്ക് പറിക്കണ്ട, അതിന് മുന്നേ കാണിച്ചു കൊടുക്ക്. ദേ കണ്ട, ഇതാണ് കുഞ്ഞ് സ്ട്രോബെറി. പിന്നെ അപ്പുക്കുട്ടൻ വിചാരിച്ചെങ്കിലും അവനൊരു കാണിച്ചിട്ട് അവനൊന്ന് പറിക്കണം, അവൻ കഴിക്കാൻ വേണ്ടി വന്നതാണത്. പറിച്ചോ പുട്ടൻ, പറിച്ചോ. അപ്പുട്ടാ, വലുത് ഒരെണ്ണം വലുത് പോലെ ഇവിടെ നിൽക്കുന്ന കണ്ടായിരുന്നു അമ്മ. നോക്കട്ടെ, തപ്പിയെടുത്തത്. ഓ കണ്ടോ, ഇതുപോലൊരു ചെറിയ സ്ട്രോബെറി പഴുത്തതാണ്. പക്ഷെ പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ. വീട്ടിലെ കുഞ്ഞു സ്ട്രോബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതവർക്ക് വലിയ സംഭവമാണ്. അപ്പോൾ അതേണ്ട ബാക്കി കുഞ്ഞൻ സ്ട്രോബെറികളൊക്കെ കായ്ച്ച് വരുന്നുണ്ട്. ദേണ്ട കാ പിടിച്ചിട്ടുണ്ട്, ഇനി പഴുക്കാനുള്ള താമസമേ ഉള്ളൂ. അപ്പം കൊച്ചു തൈകളും പിടിക്കുന്നുണ്ട്. കഴിച്ചു നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയ്. അവൻ കഴുകിയിട്ട് കഴിക്കൂട്ടാ. കഴുകിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമേ. അപ്പം ശരി എന്നാ. അപ്പം എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയൂ അവൻ. കഴിച്ചോ. തന്നെ അടുത്തത് വലുതാവുമ്പോഴേ അടുത്ത വലുതാവുമ്പോ അപ്പൂനെ എന്നെ പറിക്കാൻ തരാട്ടാ. അതാണ് അമ്മ പറയാൻ വന്നത്. ഓ ഇനിയും കാണാം ഗൈസ്. വലുതാവുമ്പോ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ്? പൊളിയാ.